കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയ കൊലക്കേസ് പ്രതി 5-ാം ദിവസവും കാണാമറയത്ത്. പെരിന്തൽമണ്ണ ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷ് വിനോദിനെ പിടികൂടാൻ സാധിക്കാത്തത് പോലീസിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചത് ഗുരുതര വീഴ്ച. വിനീഷ് ചാടിപ്പോയ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിച്ചില്ലെന്നും ആദ്യ ദിവസം കാര്യമായ അന്വേഷണം നടത്തിയില്ലെന്നാണ് ആരോപണം. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ CCTV ഇല്ലാത്തതിനാൽ പ്രതി എങ്ങനെയാണ് ചാടിപ്പോയതെന്ന് പോലീസിന് വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, പ്രദേശത്തെ CCTVകൾ മുഴുവൻ ആദ്യഘട്ടത്തിൽ പോലീസ് പരിശോധിച്ചിട്ടില്ലെന്നും ആരോപണമുണ്ട്. പരിശോധിച്ച CCTVകളിലൊന്നും പ്രതിയെക്കുറിച്ച് സൂചനകളും ലഭിച്ചിട്ടില്ല. പ്രതി വിനീഷ് വിനോദിനെ പിടികൂടാൻ സാധിക്കാതെ പോലീസ് വലയുകയാണ്. ഇതിനു മുൻപും വിനീഷ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയിരുന്നു. അന്ന് കർണാടകയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. അതുകൊണ്ട് തന്നെ അന്യസംസ്ഥാനങ്ങളും അതിർത്തി പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ടു പോകുന്നത്. കൊടും ക്രിമിനലായ പ്രതി മറ്റു വനിതകളെ കൂടി ആക്രമിക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. LLB വിദ്യാർത്ഥിയായിരുന്ന ദൃശ്യയെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നാണ് വിനീഷ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ജനം, കോഴിക്കോട്.